അന്താരാഷ്ട്ര ഭൗമരാഷ്ട്രീയ സമവാക്യങ്ങളെ പാടെ മാറ്റിമറിക്കാൻ പോകുന്ന കടുത്ത നിലപാടുകളുമായി ഇറാൻ വീണ്ടും രംഗത്തെത്തിയിരിക്കുകയാണ്. അമേരിക്കയുമായി നിലവിലുള്ള ചർച്ചകളുടെ പശ്ചാത്തലത്തിൽ തങ്ങളുടെ പരമാധികാരവും പ്രാദേശിക സ്വാധീനവും ഉറപ്പിച്ചു നിൽക്കുന്ന നിബന്ധനകളാണ് ടെഹ്റാൻ മുന്നോട്ട് വച്ചിരിക്കുന്നത്. വെറുമൊരു നയതന്ത്ര ചർച്ച എന്നതിനപ്പുറം മിഡിൽ ഈസ്റ്റിന്റെയും ആഗോള സമ്പദ് വ്യവസ്ഥയുടെയും ഭാവി നിർണ്ണയിക്കുന്ന അടിയന്തര സാഹചര്യങ്ങളിലേക്കാണ് ഈ പ്രസ്താവനകൾ വിരൽ ചൂണ്ടുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭരണകൂടത്തിന് കൃത്യമായ മുന്നറിയിപ്പ് നൽകിക്കൊണ്ടാണ് ഇറാന്റെ ഭാഗത്തു നിന്നുള്ള പുതിയ പ്രതികരണങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. നയതന്ത്ര തലത്തിലുള്ള വെറും വാക്ക് കസർത്ത് ഇനി തങ്ങളോട് വിലപ്പോവില്ലെന്ന് ഇറാൻ വ്യക്തമാക്കുന്നു. യുഎസുമായുള്ള ഭാവി ചർച്ചകളുടെ ദിശ നിർണ്ണയിക്കുന്നതിൽ ഇറാന്റെ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഗാലിബാഫിന്റെ ഉപദേശകനായ അമീർ ഇബ്രാഹിം റസൂലിയുടെ വാക്കുകൾ ഇതിനോടകം തന്നെ അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചയായി മാറിക്കഴിഞ്ഞു. ഒരു പ്രമുഖ ഇറാനിയൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് റസൂലി ഇറാന്റെ വിട്ടുവീഴ്ചയില്ലാത്ത ഈ നിലപാടുകൾ ലോകത്തിനു മുന്നിൽ തുറന്നു പറഞ്ഞത്. തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാത്ത പക്ഷം സമാധാന ചർച്ചകളിൽ നിന്ന് പൂർണ്ണമായും പിന്മാറാൻ ടെഹ്റാൻ മടിക്കില്ലെന്ന് അദ്ദേഹം ആവർത്തിച്ചു. മുൻകാലങ്ങളിലെ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ അമേരിക്കയുടെ വാഗ്ദാനങ്ങളെ അന്ധമായി വിശ്വസിക്കാൻ ഇറാൻ തയ്യാറല്ലെന്ന കൃത്യമായ സന്ദേശമാണ് ഇതിലൂടെ നൽകുന്നത്. ഇറാൻ മുന്നോട്ട് വെച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നിബന്ധനകളിലൊന്ന് തന്ത്രപ്രധാനമായ ഹോർമൂസ് കടലിടുക്കിന്റെ നിയന്ത്രണവുമായി ബന്ധപ്പെട്ടതാണ്. ആഗോളതലത്തിൽ ക്രൂഡ് ഓയിൽ വിതരണത്തിന്റെ സിരയായി കണക്കാക്കപ്പെടുന്ന ഈ മേഖലയിൽ ഇറാന്റെ മേധാവിത്വം അംഗീകരിക്കണമെന്നാണ് അവരുടെ ആവശ്യം. മേഖലയിലെ മറ്റ് അയൽ രാജ്യങ്ങളുമായി സഹകരിച്ച് ഹോർമൂസ് കടലിടുക്കിന്റെ സുരക്ഷയും ഭരണവും പൂർണ്ണമായി ഇറാന്റെ കൈകളിൽ ഭദ്രമായിരിക്കണമെന്ന് അവർ വാശി പിടിക്കുന്നു. ഹോർമൂസ് കടലിടുക്കിലെ വിദേശ സൈനിക സാന്നിധ്യം, പ്രത്യേകിച്ച് അമേരിക്കൻ നാവികസേനയുടെ ഇടപെടലുകൾ തടയുക എന്നത് ഇറാന്റെ ദീർഘകാല ലക്ഷ്യങ്ങളിലൊന്നാണ്. ഈ മേഖലയിലെ സമ്പൂർണ്ണ നിയന്ത്രണം തങ്ങൾക്ക് ലഭിക്കുന്നതിലൂടെ ആഗോള ഊർജ്ജ വിപണിയിൽ വലിയൊരു മേധാവിത്വം നേടാൻ ഇറാന് സാധിക്കും. പാശ്ചാത്യ ശക്തികൾ ഏർപ്പെടുത്തിയിരിക്കുന്ന ഉപരോധങ്ങളെ പ്രതിരോധിക്കാൻ ഈ തന്ത്രപ്രധാനമായ ജലപാതയെ ഒരു ആയുധമാക്കാൻ തന്നെയാണ് ഇറാന്റെ പുറപ്പാട്. ഇത് കേവലം സൈനികവും ഭൂമിശാസ്ത്രപരവുമായ ആവശ്യങ്ങൾ മാത്രമല്ല, ശക്തമായ സാമ്പത്തിക ആവശ്യങ്ങളും ഇറാൻ ഈ ചർച്ചകളിൽ ഉന്നയിക്കുന്നുണ്ട്. അന്താരാഷ്ട്ര തലത്തിൽ വിവിധ ബാങ്കുകളിലായി അമേരിക്ക മരവിപ്പിച്ച് നിർത്തിയിരിക്കുന്ന തങ്ങളുടെ കോടിക്കണക്കിന് ഡോളറിന്റെ ആസ്തികൾ ഉടനടി വിട്ടുകിട്ടണമെന്നാണ് ഇറാന്റെ രണ്ടാമത്തെ പ്രധാന നിബന്ധന. വർഷങ്ങളായി തുടരുന്ന ഉപരോധങ്ങൾ കാരണം തകർച്ച നേരിടുന്ന ഇറാനിയൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഈ പണം തിരികെ ലഭിക്കേണ്ടത് നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. അമേരിക്കൻ ഉപരോധങ്ങൾ കാരണം ഇറാന്റെ ആഭ്യന്തര വിപണിയും ജനജീവിതവും വലിയ പ്രതിസന്ധിയിലാണ്. തങ്ങളുടെ സ്വന്തം പണം തിരികെ ലഭിക്കാതെ യുഎസുമായുള്ള ഒരു കരാറിനും ഇനി അർത്ഥമില്ലെന്ന് ടെഹ്റാൻ കരുതുന്നു. സാമ്പത്തികമായ ഈ വിട്ടുവീഴ്ചകൾ ഉണ്ടായാൽ മാത്രമേ ചർച്ചകളിൽ എന്തെങ്കിലും പുരോഗതി ഉണ്ടാകൂ എന്ന് റസൂലി വ്യക്തമാക്കുന്നു. സാമ്പത്തിക സൈനിക ആവശ്യങ്ങൾക്കൊപ്പം മിഡിൽ ഈസ്റ്റിൽ നിലവിലുള്ള യുദ്ധങ്ങൾ പൂർണ്ണമായി അവസാനിപ്പിക്കണമെന്ന ആവശ്യവും ഇറാൻ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഗസയിലും ലബനനിലും ഇസ്രയേൽ തുടരുന്ന സൈനിക ആക്രമണങ്ങൾ ഉടനടി നിർത്തലാക്കാൻ അമേരിക്ക ഇടപെടണമെന്നാണ് ഇറാന്റെ നിലപാട്. പ്രാദേശികമായ സമാധാനം പുനഃസ്ഥാപിക്കാതെ അമേരിക്കയുമായി മാത്രം ഒരു സമാധാന കരാറിൽ ഏർപ്പെടാൻ തങ്ങൾ താല്പര്യപ്പെടുന്നില്ലെന്ന് ഇറാൻ അടിവരയിടുന്നു. മേഖലയിൽ ഇറാന്റെ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന ഹിസ്ബുള്ള, ഹമാസ് തുടങ്ങിയ ഗ്രൂപ്പുകൾക്കെതിരെയുള്ള ആക്രമണങ്ങൾ ഇറാന്റെ സുരക്ഷയെ നേരിട്ട് ബാധിക്കുന്നവയാണ്. അതുകൊണ്ട് തന്നെ ഈ യുദ്ധങ്ങൾക്ക് അന്ത്യം കുറിക്കുന്നത് തങ്ങളുടെ പ്രാദേശിക സഖ്യകക്ഷികളുടെ സംരക്ഷണത്തിനും ഇറാന്റെ നയതന്ത്ര വിജയത്തിനും അത്യന്താപേക്ഷിതമാണെന്ന് ടെഹ്റാൻ വിലയിരുത്തുന്നു. അമേരിക്ക ഇസ്രയേലിനെ നിയന്ത്രിച്ചാൽ മാത്രമേ മേഖലയിൽ സമാധാനം സാധ്യമാകൂ എന്ന് അവർ വിശ്വസിക്കുന്നു. ഡൊണാൾഡ് ട്രംപിന്റെ മുൻകാല നയങ്ങളെ വളരെ സൂക്ഷ്മതയോടെയാണ് ഇറാൻ വീക്ഷിക്കുന്നത്. മുൻപ് തങ്ങളുമായി ഉണ്ടാക്കിയ ആണവ കരാറിൽ നിന്ന് ഏകപക്ഷീയമായി പിന്മാറിയ ട്രംപിന്റെ ചരിത്രം ഇറാന് നന്നായി അറിയാം. അതുകൊണ്ട് തന്നെ വെറും നയതന്ത്രപരമായ വാചക കസർത്തുകൾ കൊണ്ട് തങ്ങളെ വീഴ്ത്താമെന്ന് ട്രംപ് കരുതേണ്ടതില്ലെന്ന് റസൂലി തുറന്നടിച്ചു. ചർച്ചകളിൽ കൃത്യമായ ഉറപ്പുകളും പ്രായോഗികമായ നടപടികളുമാണ് ഇറാൻ ആവശ്യപ്പെടുന്നത്. അമേരിക്കൻ ഭരണകൂടം തങ്ങളുടെ നിലപാടുകളിൽ ആത്മാർത്ഥത കാണിച്ചില്ലെങ്കിൽ ചർച്ചകളുടെ മേശപ്പുറത്തു നിന്ന് എപ്പോൾ വേണമെങ്കിലും എഴുന്നേറ്റ് പോകാൻ മടിക്കില്ലെന്ന ശക്തമായ മുന്നറിയിപ്പാണ് ഇറാൻ നൽകിയിരിക്കുന്നത്. ഇത് ട്രംപിന്റെ നയതന്ത്ര നീക്കങ്ങൾക്ക് മേൽ വലിയൊരു സമ്മർദ്ദമായി മാറും. ചർച്ചകളിൽ അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടായ ചില നിലപാട് മാറ്റങ്ങളെ ഇറാൻ പരിഹസിക്കുകയും വിമർശിക്കുകയും ചെയ്യുന്നുണ്ട്. ചർച്ചകളുടെ തുടക്കത്തിൽ കർശനമായ നിലപാടുകൾ സ്വീകരിച്ചിരുന്ന യുഎസ് ഇപ്പോൾ ഇറാന്റെ പ്രതിരോധത്തിനു മുന്നിൽ പതുക്കെ പിന്നോട്ട് പോകുന്നതായി റസൂലി ആരോപിക്കുന്നു. ഇറാന്റെ സൈനിക ശേഷിയും തന്ത്രപരമായ നീക്കങ്ങളും
അമേരിക്കയെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ടെന്നാണ് ടെഹ്റാന്റെ വിലയിരുത്തൽ. വാഷിംഗ്ടൺ ഇപ്പോൾ വലിയ രീതിയിലുള്ള സമ്മർദ്ദത്തിലാണെന്നും തങ്ങളുടെ ആവശ്യങ്ങൾക്ക് മുന്നിൽ അവർക്ക് വഴങ്ങേണ്ടി വരുമെന്നുമാണ് ഇറാൻ കണക്കുകൂട്ടുന്നത്. നയതന്ത്ര ചർച്ചകളിൽ ഇറാന് ലഭിക്കുന്ന മുൻതൂക്കം പരമാവധി പ്രയോജനപ്പെടുത്താനാണ് അവരുടെ നീക്കം. അമേരിക്കയുടെ ഈ പിന്നോട്ടുപോക്ക് തങ്ങളുടെ നിലപാടുകളുടെ വിജയമാണെന്ന് ഇറാൻ അവകാശപ്പെടുന്നു. ഈ നയതന്ത്ര ചർച്ചകൾക്കിടയിൽ ഏറ്റവും ഞെട്ടിക്കുന്ന ഒരു വെളിപ്പെടുത്തലും റസൂലി നടത്തിയിട്ടുണ്ട്. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് തങ്ങളെ രഹസ്യമായി സമീപിച്ചുവെന്നാണ് ഇറാന്റെ അവകാശവാദം. ലബനൻ സംഘർഷവുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനുമേൽ സമ്മർദ്ദം ചെലുത്താൻ ഇറാന്റെ സഹായം വാൻസ് തേടിയെന്നാണ് ആരോപണം. നെതന്യാഹുവിന്റെ അനിയന്ത്രിതമായ സൈനിക നീക്കങ്ങളിൽ അമേരിക്കൻ ഭരണകൂടത്തിനും ആശങ്കയുണ്ടെന്നാണ് ഈ വെളിപ്പെടുത്തൽ സൂചിപ്പിക്കുന്നത്. ലബനിലെ യുദ്ധം കൂടുതൽ വഷളാകാതിരിക്കാൻ ഇറാന്റെ സ്വാധീനം ഉപയോഗിക്കാൻ US ശ്രമിക്കുന്നു എന്ന വാർത്ത അന്താരാഷ്ട്ര നയതന്ത്ര ലോകത്ത് വലിയ ചലനങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. എന്നാൽ ഈ വിഷയത്തിൽ അമേരിക്ക ഔദ്യോഗികമായി ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. അമേരിക്കയും ഇറാനും തമ്മിൽ സമാധാന ചർച്ചകൾ നടക്കുമ്പോഴും മറുവശത്ത് ഇസ്രയേൽ തങ്ങളുടെ സൈനിക നടപടികൾ ശക്തമാക്കുകയാണ്. ലബനിലെ സൈനിക നീക്കങ്ങൾ വിപുലീകരിക്കുമെന്ന നെതന്യാഹുവിന്റെ പുതിയ പ്രഖ്യാപനം കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാക്കുന്നു. അമേരിക്കയുടെ സമാധാന ശ്രമങ്ങളെ പോലും വെല്ലുവിളിച്ചുകൊണ്ടാണ് ഇസ്രയേൽ മുന്നോട്ടു പോകുന്നത്. ലബനനിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങൾക്ക് നേരെ കൂടുതൽ ശക്തമായ ആക്രമണം നടത്താനാണ് ഇസ്രയേലിന്റെ തീരുമാനം. ഇത് മേഖലയെ വീണ്ടും ഒരു വലിയ യുദ്ധത്തിലേക്ക് തള്ളിവിടുമെന്ന ആശങ്ക ശക്തമാണ്. ഇസ്രയേലിന്റെ ഈ നിലപാട് ഇറാനെ കൂടുതൽ പ്രകോപിപ്പിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഒരു വശത്ത് ഇറാന്റെ കടുത്ത നിബന്ധനകളും മറുവശത്ത് ഇസ്രയേലിന്റെ യുദ്ധവ്യാപനവും ചർച്ചകളുടെ ഭാവി പ്രതിസന്ധിയിലാക്കുകയാണ്. അമേരിക്കയ്ക്ക് ഒരേ സമയം ഇറാന്റെ ആവശ്യങ്ങളെ നേരിടേണ്ടി വരികയും സ്വന്തം സഖ്യകക്ഷിയായ ഇസ്രയേലിനെ നിയന്ത്രിക്കേണ്ടി വരികയും ചെയ്യുന്ന കടുത്ത വെല്ലുവിളിയാണ് മുന്നിലുള്ളത്. ട്രംപ് ഭരണകൂടത്തിന്റെ നയതന്ത്ര വൈദഗ്ധ്യം പരീക്ഷിക്കപ്പെടുന്ന നിമിഷങ്ങളാണിത്. ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ഈ പുതിയ നീക്കങ്ങൾ അന്താരാഷ്ട്ര വിപണിയിലും പ്രതിഫലിച്ചേക്കാം. ഹോർമൂസ് കടലിടുക്കിന്റെ നിയന്ത്രണം സംബന്ധിച്ച തർക്കങ്ങൾ എണ്ണവിലയിൽ വലിയ വർധനവിന് കാരണമായേക്കും. ചർച്ചകൾ പരാജയപ്പെടുകയാണെങ്കിൽ മിഡിൽ ഈസ്റ്റിൽ മറ്റൊരു വലിയ സൈനിക ഏറ്റുമുട്ടലിന് രാജ്യം സാക്ഷ്യം വഹിക്കേണ്ടി വരും. അമേരിക്ക ഇറാന്റെ ഈ ചുവപ്പ് രേഖകളെ എങ്ങനെ സമീപിക്കുമെന്നാണ് ഇനി ലോകം ഉറ്റുനോക്കുന്നത്. ഇറാന്റെ ആവശ്യങ്ങൾക്ക് വഴങ്ങുന്നത് ട്രംപിന്റെ രാഷ്ട്രീയ പ്രതിച്ഛായയെ ബാധിച്ചേക്കാം. എന്നാൽ ചർച്ചകൾ ഉപേക്ഷിക്കുന്നത് കൂടുതൽ വലിയ സുരക്ഷാ ഭീഷണികൾക്ക് വഴി തുറക്കും. വരും ദിവസങ്ങളിൽ മിഡിൽ ഈസ്റ്റിൽ നിന്നുള്ള വാർത്തകൾ ആഗോള രാഷ്ട്രീയത്തിന്റെ ഗതി നിർണ്ണയിക്കുന്നവയായിരിക്കും. ഇറാന്റെ കടുത്ത നിലപാടുകൾക്ക് മുന്നിൽ വാഷിംഗ്ടൺ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നതിനെ ആശ്രയിച്ചിരിക്കും മേഖലയിലെ സമാധാനം. നയതന്ത്ര യുദ്ധം മുറുകുമ്പോൾ ലോകം കൺതുറന്നു തന്നെയാണ് ഈ നീക്കങ്ങളെ വീക്ഷിക്കുന്നത്.